ദൈവത്തെ സ്തുതിക്കുന്ന ഈ രാവിലെ സമയം യിരെമ്യാ പ്രവചനം 15-ാം അധ്യായം അതിൻ്റെ 15, 16, 17 വാക്യങ്ങളൊന്ന് വായിക്കട്ടെ. നിങ്ങൾ കേൾക്കുവീൻ, ചെവി തരുവീൻ, ഗർവിക്കരുത്. യഹോവയല്ലോ അരുളിച്ചെയ്യുന്നത്. ഇരുട്ടാകുന്നതിനും നിങ്ങളുടെ കാൽ അന്ധകാര പർവ്വതങ്ങളിൽ ഇടറിപ്പോകുന്നതിനും മുൻപേ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് ബഹുമാനം കൊടുക്കുവീൻ. അല്ലെങ്കിൽ നിങ്ങൾ പ്രകാശത്തിന് കാത്തിരിക്കെ അവൻ അന്ധതമസും കൂരിരുട്ടും വരുത്തും. നിങ്ങൾ കേട്ടനുസരിക്കുകയില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഗർവം നിമിത്തം രഹസ്യത്തിൽ കരയും. യഹോവയുടെ ആട്ടിൻകൂട്ടത്തെ പിടിച്ചുകൊണ്ട് പോയിരിക്കാൽ ഞാൻ ഏറ്റവും കരഞ്ഞ് കണ്ണുനീരൊഴുക്കും. കർത്താവിൻ്റെ ഒരരുളപ്പാടിനെ യിരെമ്യാവിലൂടെ വർണ്ണിച്ചിരിക്കുകയാണ്. കർത്താവ് തൻ്റെ ജനത്തോട് വീണ്ടും വീണ്ടും പറയുന്നതാണ്, നിങ്ങൾ കേൾക്കുവീൻ, നിങ്ങൾ ചെവി തരുവീൻ, നിങ്ങളിതനുസരിക്കുവീൻ. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ അനുസരിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇരുട്ട് വരുത്തും, നിങ്ങൾക്ക് ശിക്ഷ തരും. നിങ്ങൾ യഹോവയെ ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കുകയും ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിക്കുകയും സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കുകയും ചെയ്തില്ല എങ്കിൽ നിങ്ങൾ, ഇതിൻ്റെ മുൻപുള്ള അധ്യായങ്ങൾ പറയുന്നുണ്ട്, യഹോവയുടെ മന്ദിരം എന്നീ വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. നിങ്ങൾ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ദൈവത്തെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുവീൻ. ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വരുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ദുഷ്ടത നീക്കിക്കളയുവീൻ. അതിലല്ലോ എനിക്ക് പ്രസാദമുള്ളത്. ഇവിടെയും അതുതന്നെയാണ് പറയുന്നത്. നിങ്ങൾ ഇരുട്ടാകുന്നതിനും ഇടറിപ്പോകുന്നതിനും മുൻപേ യഹോവയ്ക്ക് ബഹുമാനം കൊടുക്കുവീൻ. അല്ലെങ്കിൽ നിങ്ങൾ പ്രകാശത്തിന് കാത്തിരിക്കെ അവൻ അന്ധതമസും കൂരിരുട്ടും വരുത്തും. നാം എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഒരു ഫലകരമായ ജീവിതത്തിനായി പ്രകാശത്തിനായി ഒക്കെ കാത്തിരിക്കുന്നവരാണ്. ഒരു സുഗമമായ പാതയിലൂടെ മുൻപോട്ട് പോകുവാൻ നാം എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. പ്രതിസന്ധികൾ കൂടാതെ, ഭാരങ്ങൾ കൂടാതെ, സമാധാനത്തോടെ സന്തോഷത്തോടെ ഓരോ ദിവസവും നയിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നതിലുപരിയായിട്ട് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നിനക്ക് നന്നായിരിക്കേണ്ടതിന് നീ എൻ്റെ വഴികളിൽ നടക്കുവിൻ, അത് നിനക്ക് ജീവനാണ്, സമാധാനമാണ് എന്നൊക്കെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വീണ്ടും അടുത്ത വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ കേട്ടനുസരിക്കുകയില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഗർവം നിമിത്തം രഹസ്യത്തിൽ കരയും. നമ്മുടെ കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ വേദന എത്ര അധികമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. തൻ്റെ ജനം തന്നെ അനുസരിക്കാതെ ഗർവിച്ചും മത്സരിച്ചും മുൻപോട്ട് പോകുമ്പോൾ കർത്താവ് അവരെ ഓർത്ത് കരയുകയാണ്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അനുതപിക്കുവാൻ ഞാൻ മനുഷ്യനല്ല, മനുഷ്യപുത്രനുമല്ല. സർവശക്തനായ ദൈവം, സകലത്തിൻ്റെയും ഉടയവനായ ദൈവം തൻ്റെ ജനത്തിൻ്റെ അതിക്രമവും മത്സരവും അവരുടെ കർത്താവെ ആ ഇല്ലായ്മയും ഒക്കെ കണ്ടുകൊണ്ട് കരയുന്നു. അവരെ ഓർത്ത് ഹൃദയത്തിൽ വേദനപ്പെടുന്ന എൻ്റെ ജനം, അയ്യോ എൻ്റെ ജനം എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ വഴിയിൽ നടക്കുകയും ചെയ്തുവരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു എന്നാണ് 81-ാം സങ്കീർത്തനം പറയുന്നത്. എന്നാൽ അവരുടെ ശുഭകാലം നിൽക്കുമായിരുന്നു, മേത്രമായ ഗോതമ്പുകൊണ്ട് ഞാൻ അവരെ പോഷിപ്പിക്കുമായിരുന്നു. കർത്താവ് എപ്പോഴും അനുഗ്രഹിക്കുവാൻ താല്പര്യപ്പെടുന്നവനാണ്. തൻ്റെ ജനത്തെ സമൃദ്ധിയിലേക്കും അനുഗ്രഹത്തിലേക്കും നിത്യസന്തോഷത്തിലേക്കും നടത്തുവാൻ മനസ്സുള്ളവനായ കർത്താവ് അങ്ങനെ ചെയ്യാതെ വണ്ണം, അങ്ങനെ ഇടയാകാതെ വണ്ണം ദൈവത്തെ മറുതലിച്ച് മുന്നോട്ട് പോകുന്ന ജനത്തിൻ്റെ ഓർത്ത് ദൈവം കരയുകയാണ്. ഇവിടെ പറയുകയാണ്, ഞാൻ ഏറ്റവും കരഞ്ഞ് യഹോവയുടെ ആട്ടിൻകൂട്ടത്തെ പിടിച്ചുകൊണ്ട് പോയിരിക്കാൽ ഞാൻ ഏറ്റവും കരഞ്ഞ് കണ്ണുനീരൊഴുക്കും. ഇടയനായ ശ്രേഷ്ഠ ഇടയനും നല്ല ഇടയനുമായ നമ്മുടെ കർത്താവ് തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി ഒഴുക്കി തന്നവനായ ആ നല്ല ഇടയൻ പറയുകയാണ്, എൻ്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ആടുകൾ ഇടറിപ്പോകുമ്പോൾ, പിന്മാറിപ്പോകുമ്പോൾ, വഴിതെറ്റി നടക്കുമ്പോൾ ഞാൻ അവരെ ഓർത്ത് ഏറ്റവും കരയും. ശിക്ഷിക്കുന്നതിലുപരിയായിട്ട് കർത്താവിൻ്റെ ആ ഹൃദയത്തിൻ്റെ വേദന നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉൾക്കൊള്ളുന്നത് എത്രയോ നല്ലതാണ്. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. തൻ്റെ ജീവൻ നൽകി നമ്മെ സ്നേഹിച്ചവനായ കർത്താവ് നാം അവൻ്റെ വഴികളിൽ നടക്കണമെന്ന് വാസ്തവമായും ആഗ്രഹിക്കുന്നുണ്ട്. അതല്ലാതെ നാം വഴിതെറ്റിപ്പോകുമ്പോൾ ശിക്ഷ തരും. അത് ദൈവത്തിൻ്റെ നീതിയുടെ മാർഗം മാത്രമാണ്. എന്നാൽ അതിലുപരിയായിട്ട് ആ നീതിമാനും സർവശക്തനും സകലത്തിൻ്റെയും ഉടയനുമായ, സകലത്തെയും നിയന്ത്രിച്ച് ഭരിക്കുന്നവനായ ദൈവം നമ്മെ ഓർത്ത് കരയുന്നു. ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. നമ്മുടെ പ്രവൃത്തികൾ
കർത്താവിനെ വേദനിപ്പിക്കുന്നതാണ്. കർത്താവിന് ആ രഹസ്യത്തിൽ കരയുവാൻ തക്കവണ്ണം മതിയായതാണോ നമ്മുടെ പ്രവൃത്തികൾ? അതോ ഞാൻ നിന്നിൽ സന്തോഷിക്കുന്നു, ഞാൻ നിന്നിൽ ആനന്ദിക്കുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം ആ സന്തോഷത്തിൻ്റെ വാക്കുകളാണോ കർത്താവിന് നമ്മെക്കുറിച്ച് പറയുവാനുള്ളത്? നമ്മെ തന്നെ വിലയിരുത്താം. ദൈവസന്നിധിയിൽ ഇരുട്ടാകുന്നതിന് മുൻപേയും അന്ധകാരപർവ്വതങ്ങൾ ഇടറിപ്പോകുന്നതിന് മുൻപായിട്ടും യഹോവയ്ക്ക് ബഹുമാനം കൊടുത്തവനെ സ്നേഹിക്കുവാൻ നമുക്കിടയായി തീരട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.